ഇടുക്കി മൂന്നാറിൽ വീണ്ടും തെരുവുനായയുടെ ആക്രമണം. ദേവികുളം സർക്കാർ സ്കൂളിലെ 5 വിദ്യാർത്ഥികൾക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ബിനീഷ് ആന്റണി ചേരുന്നു. എപ്പോഴായിരുന്നു ഈ സംഭവം? ബനേഷ്, ഇന്ന് രാവിലെയാണ് ഈ ദേവികുളം സർക്കാർ സ്കൂളിലേക്ക് പോകുകയായിരുന്ന 4 വിദ്യാർത്ഥികൾക്ക് രാവിലെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ഇന്നലെ വൈകുന്നേരം ഒരു സ്കൂൾ വിദ്യാർത്ഥിക്കും ആക്രമണമായി. അങ്ങനെ മൊത്തത്തിൽ 5 പേർക്കാണ് തെരുവുനായയുടെ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റത്. ഈ തെരുവുനായ ശല്യം അതിരൂക്ഷമാണെന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസം തന്നെ മൂന്നാറിലടക്കമുള്ള ആളുകൾക്ക് സഞ്ചാരി ഉൾപ്പെടെയുള്ള 10 പേർക്ക് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായി. ഏതായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ദേവികുളം സബ് കളക്ടർ ഓഫീസിന് മുന്നിലാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും ഈ തെരുവുനായ്ക്കൾ ഇവിടെ എല്ലാം തന്നെ ഈ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്ന് തന്നെ പറയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള തന്നെ ഈ തെരുവുനായ്ക്കളെ കുറിച്ച് പഞ്ചായത്തിന് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത്. ഇപ്പോൾ ഈ പ്രദേശവാസി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ തെരുവുനായ ശല്യം രൂക്ഷമാണ് ഇവിടെ. ഇതിനു മുമ്പേ ഇല്ലായിരുന്നു, ഇന്നാണ് അറിഞ്ഞത്. 4-5 പേരെ പിള്ളേരെ കടിച്ചിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ തെരുവുനായ ശല്യത്തിനെതിരെ നമ്മൾ പരാതി നൽകിയിട്ടും ഒരു നടപടി വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ പേടിച്ചാണോ ഇത് പോകുന്നത്? ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇന്നാണ് ഇത് ആദ്യമായിട്ട് സംഭവം കേൾക്കുന്നത്. തെരുവുനായ ശല്യം രൂക്ഷമായ ഒരു പ്രദേശം കൂടിയാണ് മൂന്നാറും ദേവികുളം അടക്കമുള്ള പ്രദേശങ്ങൾ. ഈ സർക്കാർ സ്ഥാപനങ്ങൾ കീഴടക്കിയാണ് തെരുവുനായ്ക്കളുടെ ഒരു സഞ്ചാരപഥം എന്ന് വേണം പറയാൻ. കാരണം പലപ്പോഴും ഇവിടെ എത്തുന്ന തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ ഈ തെരുവുനായ്ക്കൾ ഈ ഭാഗത്ത് നിന്ന് പിന്മാറാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ദേവികുളം റോഡുകളിലടക്കം നിരവധി നായ്ക്കൾ സഞ്ചാരപഥമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എത്തിയ സ്കൂളിലേക്ക് പോയ കുട്ടികൾക്കാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും കുട്ടികൾ ഇവിടെ ദേവികുളത്തെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ തൽക്കാലം വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട്. നാളെ അടിമാലിയിലെത്തിയാണ് ബാക്കിയുള്ള വാക്സിൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും സ്കൂൾ അധികൃതർ പഞ്ചായത്തിലടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഈ തെരുവുനായിക ശല്യം ഒഴിവാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ ഈ ബന്ധപ്പെട്ട അധികാരികൾ യാതൊരുവിധ നടപടിയും മൂന്നാറും ദേവികുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ സ്വീകരിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ബനേഷ്, ശരി. ഇടുക്കി മൂന്നാറിൽ വീണ്ടും തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ദേവികുളം സർക്കാർ സ്കൂളിലെ 5 വിദ്യാർത്ഥികൾക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നു. ഇന്ന് രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴാണ് തെരുവുനായ ആക്രമിച്ചത്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.